അമേരിക്ക. ഒരു ബാങ്ക്. ഉച്ചയ്ക്ക് 1:27. 17 പേരകത്ത്. $2 കോടി. അപ്രത്യക്ഷം. എങ്ങനെ? 1997. വടക്കൻ കാരോലിന. ഫസ്റ്റ് യൂണിയൻ ബാങ്ക്. 12 അലാറങ്ങൾ. 24 മണിക്കൂർ CCTV. ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ്. ഒരു കോട്ട പോലെ. എന്നാൽ ആ കോട്ടയ്ക്കൊരു ദുർബലമായ കണ്ണിയുണ്ടായിരുന്നു. ജോൺ, കാവൽക്കാരൻ. 62 വയസ്സ്. വിരമിക്കാൻ 3 മാസം ബാക്കി. അവന്റെ ദിനചര്യകൾ: എപ്പോൾ കോഫി കുടിക്കും, എപ്പോൾ ബാത്റൂമിൽ പോകും, ആരോ 6 മാസമായി കുറിച്ചു സൂക്ഷിച്ചിരുന്നു. രാവിലെ 9:17. 2 പേർ വെളുത്ത ഷർട്ടിലും ടൈയിലും അകത്ത് കയറി. ബാങ്ക് മാനേജർമാരെ പോലെ. ആരും സംശയിച്ചില്ല. അവർ നേരെ പോയത് ബേസ്മെന്റിലേക്ക്. ഒരു ചെറിയ ഡിവൈസ്. 4 സെക്കൻഡ്. അത്രമാത്രം. ആ 4 സെക്കൻഡിൽ എല്ലാ ക്യാമറകളും ഫ്രീസായി. അവ ഓണായിരുന്നു, പക്ഷേ ഒന്നും കണ്ടില്ല. 10:30. ബാങ്ക് മാനേജറുടെ ഫോൺ റിങ് ചെയ്തു. സാർ, മേൽക്കൂരയിൽ ബോംബ്. പോലീസ് വരുന്നു. ആരെയും പുറത്തേക്ക് വിടരുത്. കോള് വിളിച്ചത് കവർച്ചക്കാർ തന്നെ. മാനേജർ വാതിലുകളെല്ലാം അടച്ചു. 17 പേരകത്തു കുടുങ്ങി. പോലീസ് എത്തി. ഹെലികോപ്റ്റർ മുകളിൽ. എന്നാൽ കവർച്ചക്കാർ ബാങ്കിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അവരൊരു ചെറിയ വാതിലിലൂടെ നടന്നു. 40 അടി തുരങ്കം. 6 മാസം മുമ്പ് അവർ അടുത്തുള്ള ഹോട്ടലിന്റെ ബേസ്മെന്റ് വാടകയ്ക്കെടുത്തിരുന്നു. 2 മിനിറ്റ് നടത്തം. ഓരോ കൈയിലും പണത്തിന്റെ ബാഗ്. പോലീസ് വാതിൽ തകർത്തപ്പോൾ നിലവറ ശൂന്യം. $2 കോടി പോയി. 25 വർഷമായി. ഒരു വിരലടയാളം പോലുമില്ല. DNA ഇല്ല. മുഖമില്ല. പേരില്ല. FBI ഇപ്പോഴും അന്വേഷിക്കുന്നു. എന്നാൽ അവർ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷരായി. തോക്കില്ല, അലർച്ചയില്ല, രക്തമില്ല. ഒരു പ്ലാൻ മാത്രം. 6 മാസത്തെ ക്ഷമ. 40 അടി തുരങ്കം. 2 മിനിറ്റ് നടത്തം. ചരിത്രത്തിലെ ഏറ്റവും സ്മാർട്ട് ബാങ്ക് കവർച്ച. ഇനി നിങ്ങൾ ബാങ്കിൽ പോകുമ്പോൾ ചുറ്റും നോക്കൂ. ആ വെളുത്ത ഷർട്ട് ധരിച്ച ആ മനുഷ്യൻ. വിശ്വസിക്കാമോ?